രാജീവ് ഗാന്ധി 80കളുടെ തുടക്കത്തിൽ തന്നെ ഇന്ദിരാഗാന്ധി ഉള്ളപ്പോൾ തന്നെ RSSുമായിട്ടുള്ള ടോക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ടോക്കിനെതിരെ കോൺഗ്രസിൽ ശബ്ദിച്ച ഒരേ ഒരാൾ സോണിയാഗാന്ധി. സിഖ് വിരുദ്ധ കലാപത്തെ RSS ഏതെങ്കിലും തരത്തിൽ വിമർശിക്കുകയുണ്ടായില്ലെന്ന് മാത്രമല്ല, സിഖുകാരെ സിഖ് പൊളിറ്റിക്കൽ രാഷ്ട്രീയമായ ഐഡിയോളജിയെ വിമർശിച്ചുകൊണ്ട് RSS മുഖപത്രങ്ങളിൽ ലേഖനം എഴുതിയിരുന്നു, ലഘുലേഖകൾ പുറത്തിറക്കിയിരുന്നു. അപ്പോൾ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങിയിരിക്കണം. ഇന്ന് പറയുന്ന അതേ ടോണിൽ തന്നെ സിഖുകാർ മര്യാദയ്ക്ക് ഇരിക്കണം, പ്രശ്നം ഉണ്ടാക്കരുതെന്നുള്ള ടോണിലായിരുന്നു അവരുടെ ലേഖനങ്ങളെല്ലാം. തൊട്ടുടനെ നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഏറ്റവും കൂടുതൽ സീറ്റിൽ വിജയിക്കുന്നത് ആ തെരഞ്ഞെടുപ്പിലാണ്. ആ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ അത്രയും സീറ്റ് കിട്ടി എന്നുള്ള അത്ഭുതം, അത് പല മാധ്യമപ്രവർത്തകരും അതിനെക്കുറിച്ച് പുസ്തകങ്ങൾ പോലും എഴുതിയിട്ടുണ്ട്. റഷീദ് കിദ്വായി മുതലുള്ള കുറേ അധികം പേര് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, 24 അക്ബർ റോഡ് പോലുള്ള പുസ്തകങ്ങൾ. അതിൽ പറയുന്ന കൃത്യമായ കാര്യം, രാജീവ് ഗാന്ധി 80കളുടെ തുടക്കത്തിൽ തന്നെ ഇന്ദിരാഗാന്ധി ഉള്ളപ്പോൾ തന്നെ RSSുമായിട്ടുള്ള ടോക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ടോക്കിനെതിരെ കോൺഗ്രസിൽ ശബ്ദിച്ച ഒരേ ഒരാൾ സോണിയാഗാന്ധിയാണ്. അന്ന് സോണിയാഗാന്ധി പാർട്ടിയിലില്ല. രാജീവ് ഗാന്ധിയുടെ ഭാര്യ എന്ന നിലയിൽ അവർ വീടിനകത്ത് അതിനെതിരെ രൂക്ഷമായ അഭിപ്രായ പ്രകടനം നടത്തിയിരുന്നു. പക്ഷേ ഇന്ദിരാഗാന്ധി പറഞ്ഞു ഇത് പൊളിറ്റിക്സാണ്, വീട്ടുകാരിയല്ല, പൊളിറ്റിക്സാണ് എന്ന് പറഞ്ഞിട്ട് സോണിയയുടെ വാടപ്പിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നാഗ്പൂരിൽ നിന്ന് പ്രതിനിധികൾ ഡൽഹിയിൽ വന്ന് രാജീവ് ഗാന്ധിയുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. സർസംഘചാലക് നേരിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. അന്നത്തെ ബാലാസാഹിബ് ദേവറസാണ്. സർസംഘചാലകും രാജീവ് ഗാന്ധിയായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം ഒന്ന് നോക്കുക, അന്ന് ഏറ്റവും കൂടുതൽ സീറ്റ് നേടി വിജയിച്ച കോൺഗ്രസ് പാർട്ടിക്ക് RSS കൊടുത്ത വാഗ്ദാനം ഇനിയും കോൺഗ്രസിനെ ഞങ്ങൾ പിന്തുണയ്ക്കും എന്നുള്ളതാണ്. ആ പിന്തുണയ്ക്ക് പകരമായി നിങ്ങൾ ചെയ്തു തരേണ്ടത് രാമജന്മഭൂമിയിൽ ശിലാന്യാസത്തെ അനുവദിക്കുക. ഇനി നമ്മൾ ആ 80s ഒരു ക്രോണോളജി നോക്കിക്കഴിഞ്ഞാൽ ആ സമയത്താണ് ഈ പറയുന്ന ഹിന്ദുത്വ പൊളിറ്റിക്സിന് അനുകൂലമായിട്ടുള്ള സർക്കാർ അനുകൂല നിലപാടുണ്ടാകുന്നത്. ശിലാന്യാസം അനുവദിച്ചു എന്ന് മാത്രമല്ല, രാമായണം സീരിയൽ വരുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ സമയത്ത് വരികയാണ്. ഇപ്പോൾ രാമജന്മഭൂമി ഒരു വശത്തുണ്ടാകുന്നു, ഒരു വശത്ത് ടെലിവിഷൻ വ്യാപകമാകുന്നു, ഇന്ത്യയിൽ ലോകകപ്പ് നേടിയതിനു ശേഷം രാമായണം സീരിയൽ വരുന്നു, ഇതെല്ലാം ഒരുമിച്ചാണ് ഉണ്ടാകുന്നത്. അതിന് രാജീവ് ഗാന്ധിയുടെ പൂർണ്ണ പിന്തുണയുണ്ടായിരുന്നു. അപ്പോൾ ഏത് സമയത്താണ് RSS കോൺഗ്രസിനുള്ള പിന്തുണ പിൻവലിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ ശിലാന്യാസം അനുവദിച്ചതോടുകൂടി മറ്റ് ന്യൂനപക്ഷ സംഘടനകളിൽ നിന്നും അതുപോലെ സെക്യുലർ സൊസൈറ്റിയിൽ നിന്നും അതിശക്തമായ എതിർപ്പ് രാജീവ് ഗാന്ധിക്കെതിരെ ഉണ്ടായപ്പോൾ അത് തിരിച്ചടിക്കുമെന്ന് ഭയന്ന് അവിടെ ഒരു അമ്പലം പണിയാനുള്ള ഒരു പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ട് പോയില്ല രാജീവ് ഗാന്ധി. അതാണ് അവിടെ പൊളിഞ്ഞത്. പിന്നെ ബാബരി മസ്ജിദ് തകർക്കപ്പെടുന്നത്, പിന്നെയുള്ള സംഭവങ്ങൾ നമുക്കറിയാം. അതിനുശേഷം ബാബരി മസ്ജിദ് തകർന്നതോടുകൂടി കോൺഗ്രസ് ഇല്ലാതാവുകയാണ് ചെയ്തത്.